ഹലോ ഓൾ. അപ്പോൾ എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ആദ്യം ചെയ്യുന്ന പരിപാടിയാണ് കുറച്ച് വെള്ളം തിളപ്പിക്കൽ. എൻ്റെ തക്കടുമണിക്ക് വേണ്ടിയിട്ട് പാലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, പിന്നെ നമുക്ക് കുടിക്കാനും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം. ഇന്ന് ലീവാണ്, ഫ്രൈഡേ ആണ്, ഹോളിഡേ ആണ്. അപ്പോൾ ഇന്നലെ വ്യാഴാഴ്ച നല്ല ലേറ്റായിട്ടാണ് ഉറങ്ങിയത്, പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട്. അപ്പോൾ തക്കട് നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ എളുപ്പത്തിൽ വെള്ളക്കടലേനെ കൊണ്ടാണ് കറി ഉണ്ടാക്കുന്നത്. പിന്നെ ദോശയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ തലേന്ന് രാത്രി തന്നെ കുതിർത്തിട്ടുണ്ടായിരുന്നു അരിയും ഉഴുന്നും, പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടാണ് ഞാൻ ദോശ അരക്കാറ്. ചില സമയത്ത് ചോറ് ആഡ് ചെയ്യും, ചില സമയത്ത് ആഡ് ചെയ്യില്ല. അപ്പോൾ ദോശൻ്റെ കൂട്ടൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളക്കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് പ്രഷർ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതേ സമയത്ത് തക്കട് എണീറ്റ് വന്നതിന് ശേഷം ഞാൻ അവൾക്ക് പാൽ കൊടുക്കുവാണ്. രാവിലെ തന്നെ അവൾ കുറച്ച് പാൽ ആദ്യം കുറച്ച് മടിയൊക്കെ കാണിക്കും പാൽ കുടിക്കാൻ വേണ്ടിയിട്ട്. കുറേ ഡിമാൻഡൊക്കെയാണ്, ടി വി ഓണാക്ക്, പിന്നെ അത് ഓഫാക്കാൻ പറയും, പിന്നെ അങ്ങനെ എന്തൊക്കെയോ ഡിമാൻഡൊക്കെ കളിച്ചിട്ട് പാൽ ലാസ്റ്റ് കുടിപ്പിച്ചു. അപ്പോഴത്തേക്കും നമ്മളുടെ കടലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തക്കടുവിനെ നോക്കേണ്ട ഡ്യൂട്ടി എനിക്ക് അധികം ഇല്ല, കാരണം ഹസ്ബൻഡ് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഹസ്ബൻഡാണ് നോക്കുന്നത്. ഇപ്പം ആളുടെ കൂടെ കളിക്കുക ചെയ്യുന്നത്, ബോൾ തട്ടി കളിക്കലും അങ്ങനെ ഓരോന്നിങ്ങനെ കളിച്ചിട്ട് അങ്ങനെ ടൈം പാസ് ചെയ്യും. അപ്പോഴത്തേക്ക് ഞാൻ കറിയൊക്കെ കറി ഇനി താളിക്ക പരിപാടി മാത്രമേ ഉള്ളൂ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. ഞാനിങ്ങനെയാണ് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കാറ്, അധികം എരിവൊന്നും ഇടാണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, കടുക് താളിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യും. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യും. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഇടും. ഇപ്പം എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കറിയൊന്നും കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളക്കടലക്കറി റെഡി. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴാണ് ചായ വെക്കാൻ വേണ്ടിയിട്ട് പാല് കഴിഞ്ഞു എന്ന് മനസ്സിലായത്. അപ്പോൾ പിന്നെ താഴെ തന്നെ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്നത് കൊണ്ട് താഴെ തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഇവിടെ കമ്മ്യൂണിറ്റിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പം അവിടെ വേഗം വിളിച്ചു പറഞ്ഞ് ഓർഡർ ചെയ്തു. കുറച്ച് പാലും പിന്നെ തക്കുടുവിന് കുറച്ച് ബ്രോക്കൺ റൈസുമാണ് ഞാൻ സാധാരണ നമുക്ക് കൊടുക്കാറ്. അപ്പോൾ അതിന് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ചായ പരിപാടിയൊക്കെ നോക്കാൻ വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവർ കൊണ്ടുതരും, താഴെ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളെ പാലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ചായയും കൂടി നമുക്ക് ഉണ്ടാക്കി, എനിക്ക് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കി. തക്കുടുവിന് ഇന്ന് ദോശയും വെള്ളക്കടലക്കറിയാണ്. അവൾക്ക് വെള്ളക്കടലക്കറി ഇഷ്ടമാണ്, പക്ഷെ ദോശയോട് വലിയ താല്പര്യമൊന്നുമില്ല. അവൾക്ക് ഗോതമ്പ് ദോശയാണ് ഇഷ്ടം, നിർബന്ധിച്ചിട്ട് വേണം കൊടുക്കാൻ. പിന്നെ ഫ്രൈഡേ പൊതുവേ അവൾ ഭക്ഷണം കഴിക്കാൻ നല്ല മടിയാണ്. അവൾക്ക് എന്തോ ഒരു ഹോളിഡേ പോലെയാണ് ഫ്രൈഡേ. അവൾക്ക് ഭക്ഷണം കഴിക്കേണ്ടതിനുണ്ട് ഹോളിഡേയിൽ. പിന്നെ പുറത്തൊക്കെ രാവിലെ പോയാൽ പിന്നെ രാത്രിയൊക്കെ ആകുമ്പോഴല്ലേ എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഫുൾ ഹോളിഡേ ആണ് ഫ്രൈഡേ. അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കുക ചെയ്യുന്നത്. ഞാൻ അപ്പം തന്നെ അപ്പം തന്നെ ചുട്ട് വെക്കും. പിന്നെ ബാക്കിയുള്ള കൂട്ട് വേഗം ഫ്രിഡ്ജിൽ കയറ്റും. കാരണം എനിക്കും ഹസ്ബൻഡിനെയും പുളിക്കാത്ത ദോശയോടാണ് താല്പര്യം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. എൻ്റെ വീട്ടിൽ, ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ കൂട്ട് വേറെ രീതിയിലാണ്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ കൂട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പം അത് അമ്മ കുറച്ച് അരിയൊക്കെ ഇട്ടിട്ടാണ് അരച്ചിട്ട് ഉണ്ടാക്കാറ്. കുറച്ച് പുളിക്കാനൊക്കെ വെക്കാറുണ്ട്. ഞാൻ പുളിക്കാനൊന്നും വെക്കാറില്ല. പെട്ടെന്ന് അപ്പം തന്നെ അരച്ചിട്ട് അപ്പം തന്നെ ചുട്ടെടുക്കുക ചെയ്യാറ് ദോശ. ഇതിന് പയ്യന്നൂർ ദോശ എന്നും പറയും. കേട്ടോ, ഞാനൊക്കെ പയ്യന്നൂർ ദോശ എന്നാണ് പറയൽ. പിന്നെ അപ്പം ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തക്കടൂനി ആദ്യം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാറില്ല, എന്നാൽ എനിക്ക് സമാധാനത്തോടു കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവൾ ദോശ നല്ല മടിയാണ്, കഴിക്കുകയൊന്നും ചെയ്യുന്നൊന്നുമില്ല. അങ്ങനെ ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ പതുക്കെ കഴിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. നമുക്കാണെങ്കിൽ പുറത്ത് സാധനം വാങ്ങിക്കാൻ പോകാനുണ്ട്. എന്നാലും ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും റെഡിയാക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം, എൻ്റെ ലീവല്ലേ. അപ്പോൾ പുറത്തുനിന്ന് കഴിച്ചിട്ടൊക്കെ പതുക്കെ വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവളിങ്ങനെ ഫുഡൊക്കെ കഴിപ്പിക്കുവാണ്. അങ്ങനെ ഇവളെ കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി അവൾ എന്നെ ചെറുപ്പിനെ കൊണ്ട് വരെ. ഇപ്പം അവൾക്ക് മുടി ഇടയ്ക്കിടയ്ക്ക് മുറിച്ച് കൊടുക്കാറുണ്ട്. അമ്മ എന്നെ നാട്ടിൽ നിന്ന് മുറിച്ച് കൊടുക്കും. അപ്പം നാട്ടിൽ പോയാൽ അപ്പോഴാണ് മുടി മുറിക്കാറ്. അപ്പോൾ മുടി മുറിച്ച് കഴിഞ്ഞതിന് ശേഷം അവൾക്ക് ഭയങ്കര മടിയാണ്, മുടി കെട്ടാനൊന്നും വിടത്തില്ല. അപ്പോൾ അവളെന്നെ തന്നാലും മുടി ചീകുകയാണ്. ഹസ്ബൻഡിനെ കുറച്ച് മുടി ചീകാനൊക്കെ വിടും, എന്നെ തീരെ സമ്മതിക്കില്ല. അപ്പം അവളിങ്ങനെ മുടിയൊക്കെ റെഡിയാക്കി അവൾ തന്നെ ഒരുങ്ങിയിരിക്കുവാണ് പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾക്ക് സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പിങ്ങിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾ തന്നെ ഓരോ സാധനമൊക്കെ എടുത്തു തരും. അങ്ങനെ അപ്പം നല്ല വെയിലാണ് പുറത്ത്, നല്ല ചൂടൊക്കെയാണ്. അത്ര ചൂടില്ല, ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് പണ്ടത്തെ കമ്പാരിറ്റീവ്ലി. പക്ഷെ എന്നാലും നല്ല ചൂടൊക്കെയാണ്, നല്ല വെയിലുണ്ട്. അപ്പം നമ്മളങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി. അപ്പം പുറത്ത് പോയിട്ട് നമ്മൾ സഫാരിന്നോ അല്ലെങ്കിൽ ലുലുന്നോ ആണ് സാധനം വാങ്ങിക്കാറ്. അപ്പം ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് പള്ളിയിൽ പോകുന്ന ടൈം കഴിഞ്ഞിട്ട് മാത്രമേ ഇവിടെ
പൊതുവേ ഷോപ്പിംഗ് മോൾ ഓപ്പൺ ചെയ്യാറുള്ളൂ. പക്ഷേ നമ്മൾ പോകുമ്പോഴത്തേക്ക് നേരത്തെ 12 മണിക്ക് മുന്നേ എത്തിപ്പോയി. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ലുലു ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷേ നമ്മൾ സഫാരിയിൽ 2 ലുലുവിൽ പോയി നോക്കി, 2 ലുലുവും ക്ലോസ്ഡ് ആയിരുന്നു, ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സഫാരിയിൽ അങ്ങനെ പോയി, സഫാരിയിൽ പോയ ഹൈപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് കുഴപ്പമുണ്ടായിരുന്നില്ല. അവർ അവിടെ കസ്റ്റമേഴ്സൊന്നും അധികം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 11 സംതിങ് ആകുമ്പോഴാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വേഗം സാധനമൊക്കെ എടുത്തു. അധികം സാധനം എടുക്കാനുണ്ടായിരുന്നില്ല, ഒരു വീക്കിലി പർച്ചേസ് മാത്രമായിരുന്നു. അപ്പോൾ പുട്ടുപൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് രണ്ടാൾക്കും ഒരു വികാരമാണ് പുട്ട്, എനിക്ക് ഹസ്ബൻഡിന്. അപ്പം നമ്മൾ രണ്ടാളും അങ്ങനെ പുട്ടുപൊടി കഴിഞ്ഞതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച പുട്ട് ഉണ്ടാക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല, മറന്നുപോയി. പിന്നെ താഴെ നിന്ന് ഞാൻ അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുട്ടുപൊടിയൊന്നും വാങ്ങിക്കാറില്ല. അപ്പം ഞാനെന്ത് വിചാരിച്ചു, പുട്ടുപൊടി ഏതായാലും എടുക്കാം. ഞാൻ സാധാരണ ഈസ്റ്റേൺ ഡബിൾ ഹോസൊക്കെയാണ് എടുക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഡബിൾ ഹോസിൻ്റെത് എടുത്തു. എനിക്കങ്ങനെ ബ്രാൻഡൊന്നും അങ്ങനെ ഏതാ നല്ലത് അങ്ങനെയൊന്നും അറിയൊന്നും ചെയ്യില്ല. എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ എടുക്കും. പിന്നെ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ചില സമയത്ത് പുട്ടുപൊടി കൊണ്ടുവരും. അധികം കൊണ്ടുവരാറൊന്നുമില്ല ഞാൻ പൊടികളൊന്നും, എനിക്ക് മടിയാണ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും. അങ്ങനെ ഞാൻ തക്കുടൂന് വേണ്ടിയിട്ടുള്ള പനക്കൽക്കണ്ടം എടുത്തു. പിന്നെ നമ്മൾ പെട്ടെന്നാണ് അപ്പോഴത്തേക്ക് ഫ്രണ്ട് വിളിച്ചു, നമുക്ക് പുറത്ത് കറങ്ങാൻ പോവാം, കുറച്ച് ദൂരെ പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ പ്ലാനൊക്കെ മാറ്റി, പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ മാറ്റിയിട്ട് നമ്മൾ വേഗം സാധനം പർച്ചേസ് ചെയ്തിട്ട് നമ്മളങ്ങനെ സഫാരിയിൽ തന്നെ കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വേഗം പെട്ടെന്ന് കഴിച്ചിട്ട് റെഡി ആയിട്ട് നമ്മളിങ്ങനെ പോയതാണ്. അതൊരു കേവിലേക്കാണ് നമ്മൾ പോയത്. കുറച്ച് ലോങ് ഉണ്ടായിരുന്നു ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായിരുന്നു നമ്മൾ കേവിലിങ്ങനെ യാത്രയൊക്കെ ചെയ്ത്. കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു, കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. തക്കുടു നല്ല വാശിയായിരുന്നു, അവൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഫുഡ് റെഡിയായില്ല. മീൻസ് ഫുഡ് അവൾക്ക് ഉച്ചക്ക് പുറത്തത്തെ ഫുഡായിരുന്നില്ലേ, അവൾക്ക് അത് ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ കേവിൽ പോയി, കേവിൽ നിന്ന് നേരെ നമ്മൾ അൽക്കോറിലേക്ക്, നമ്മളെ കത്താരയിലേക്കാണ് വന്നത്. കത്താരയിലേക്ക് വന്നു. കത്താരയിൽ കുറച്ച് നേരം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് എല്ലാവരും കൂടിയിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി പുറത്ത്. ഫുഡും കഴിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് എത്തി. റൂമിലെത്തി കഴിഞ്ഞിട്ട് തക്കടുവിൻ്റെ കളിയാണ് കാണുന്നത്.